ഈ പ്രമാണിമാർ ചിന്തിച്ചത് അത് യേശുവാണ് ദൈവത്തിൻ്റെ മശിഹ എന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഈ പ്രമാണിമാരിൽ നല്ലൊരു ശതമാനവും, നമ്മൾ ചിന്തിക്കുന്നത് ഇവരെല്ലാവരും ക്രൂരന്മാരൊന്നുമല്ല, യേശുവാണ് ദൈവത്തിൻ്റെ മശിഹ എന്നുള്ളത് ഇവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്താണ്, ഇവർ നല്ലൊരു ശതമാനവും യേശുവിനെ ക്രൂശിക്കാൻ കൂട്ടുനിൽക്കുമായിരുന്നില്ല. പക്ഷെ അവർ അറിവില്ലായ്മയിൽ പ്രവർത്തിച്ചു, അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. ദൈവമോ തൻ്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിൻ്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻനിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. നോക്കുക, എന്താണ് പത്രോസ് പറയുന്നത്? നിങ്ങൾ അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചതല്ലേ, അതൊക്കെ നിങ്ങളോട് ക്ഷമിച്ചു പ്രിയമുള്ളവരെ, ദൈവം അതെല്ലാം അങ്ങ് ക്ഷമിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറയുന്നത് അങ്ങനെ, നിങ്ങൾ അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചത് സാരമില്ല ബ്രദറെ, അറിയാതെ ചെയ്തതല്ലേ. അറിയാതെ ചെയ്തതുകൊണ്ട് പാപം ക്ഷമിക്കപ്പെടത്തില്ല. അറിയാതെ ചെയ്തതാണെങ്കിലും എന്ത് ചെയ്തേ പറ്റുള്ളൂ? ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. പാപങ്ങൾ മാഞ്ഞു കിട്ടണമെങ്കിൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിയുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. യു ഗെറ്റ് മീ മൈ ഫ്രണ്ട്സ്? നിങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ? വേറെ യാതൊരു മാർഗവുമില്ല. അജ്ഞതയിൽ കഴിയുന്ന യഹൂദന്മാർ മാത്രമല്ല, നിങ്ങൾ ആരാണെങ്കിലും, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള കർത്താവിൻ്റെ ആ മധ്യസ്ഥതയുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കൂടുതൽ മാനസാന്തരപ്പെടുവാൻ സമയം തരുന്നുവെന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്താലേ പറ്റുള്ളൂ? മാനസാന്തരപ്പെട്ടേ പറ്റുകയുള്ളൂ എന്ന് നിങ്ങൾ അറിയണം. ഇഗ്നറൻസ് പല രീതിയിലുണ്ട്. ഒന്ന് ടോട്ടൽ ഇഗ്നറൻസ്, ഒന്നും അറിയാൻ വയ്യാത്ത പൊട്ടന്മാരൊത്തിരി ഉണ്ട്. എന്നാൽ അതിനേക്കാൾ അപകടകരമായ മറ്റൊരു കാര്യമുണ്ട്. ചിലർ ഭാഗികമായി ഇഗ്നറൻ്റ് ആണ്. ഭാഗികമായി, അതായത് ഇവൻ നമ്മളൊരാളെ കുറിച്ച് പറയുകയാണ്, അവൻ കമ്പ്യൂട്ടർ ഇല്ലിറ്ററേറ്റ് ആണെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വിവരമില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. കമ്പ്യൂട്ടർ അറിയത്തില്ലെന്നുള്ളതേ ഉള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവന് നന്നായിട്ട് അറിയാം. അങ്ങനെ ഒരു വ്യക്തി ഇഗ്നറൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതെ. ഏത് കാര്യത്തിൽ? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിൽ മാത്രമേ ഇഗ്നറൻസ് ഉള്ളൂ. ഇതുപോലെയാണ് ലോകത്തിലെ നല്ലൊരു ശതമാനം ആളുകളും. ലോകത്തുള്ള ആളുകളൊന്നും വിവരമില്ലാത്തവരൊന്നുമല്ല. പക്ഷേ എത്ര വിവരമുള്ള ആളുകൾക്കും ചില പ്രത്യേക ഏരിയാസ് ഇഗ്നറൻ്റ് ആണ്. അതിലൊന്നാണ് സ്പിരിച്വാലിറ്റി. നമുക്കറിയാമല്ലോ, എത്രയോ വിവരമുള്ള ആളുകളുടെ അടുത്തും യേശു കർത്താവിൻ്റെ കാൽവറി ക്രൂശിലെ മരണത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവർ ഇഗ്നറൻ്റ്. അതെങ്ങനെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. സുവിശേഷത്തിൻ്റെ പ്രകാശനം ലഭിക്കാതിരിക്കത്തക്ക വണ്ണം ഈ ലോകത്തിൻ്റെ ദൈവം അവരുടെ കണ്ണ് കുരുടാക്കിയിരിക്കുന്നു. കാരണം അവർക്ക് ബാക്കിയെല്ലാം മനസ്സിലാകും. പക്ഷെ എന്ത് മനസ്സിലാകത്തില്ല? സുവിശേഷത്തിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യത്തില്ല, മനസ്സിലാക്കാൻ പറ്റത്തില്ല. ലോകത്തിൻ്റെ ജ്ഞാനത്താൽ ദൈവത്തെ അറിയാൻ അവർക്ക് കഴിയുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അറിയായികയാൽ നോട്ട്, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ ആരെക്കുറിച്ചൊക്കെയാണ് അവർ പ്രാർത്ഥിച്ചത്? ആരൊക്കെയായിരുന്നു അവൻ്റെ മനസ്സിൽ? ഞാൻ പറയട്ടെ, അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാവരും അവൻ്റെ മനസ്സിലുണ്ട്. ഒരു ചെറിയ ഗ്രൂപ്പ് മാത്രമൊന്നുമല്ല. അത് പറയുമ്പോൾ യഹൂദന്മാരുടെ പുരോഹിതന്മാരും അവരുടെ ജൂയിഷ് റൂളേഴ്സും അവൻ്റെ മനസ്സിലുണ്ട്. കാര്യം, അവരിൽ ചിലർ യേശുവിൻ്റെ ക്രൂശുമരണത്തിന് കൂട്ടുനിന്നത് എന്തുകൊണ്ടാണ്? അറിയായ്മ കൊണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, യേശു മശിഹയാണെന്ന് തന്നെ ലൂക്കോസ് 22-ാം അധ്യായത്തിൻ്റെ 66 മുതലുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതെന്താ ഇവനീ പറയുന്നത്? He says that he is equal with God. He need to be die. അവൻ മരിക്കണം. എന്തുകൊണ്ട്? അവൻ ദൈവത്തെ തുല്യനായി പ്രഖ്യാപിച്ചു. അവരറിയായ്മ കൊണ്ടാണ്. മഹാപുരോഹിതന്മാരിൽ അല്ലെങ്കിൽ ചീഫ് പ്രീസ്റ്റിലെ ചില ആളുകൾ വഴി തെറ്റിയവരാണ്, ചില ആളുകൾ വഴി തെറ്റിക്കുന്നവരുമാണ്. യേശുവിനെ അറിഞ്ഞുകൊണ്ട് കൊല്ലാൻ ആഗ്രഹിച്ചവരുമുണ്ട്. യേശു മശിഹയാണെന്നുള്ള തിരിച്ചറിവില്ലാത്തത് കൊണ്ട് അതിന് കൂട്ടുനിന്നവരുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രണ്ട് കൂട്ടരുണ്ട്. അതിന്ന് സഭയിലും രണ്ട് കൂട്ടരുണ്ട്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, വഴി തെറ്റിപ്പോകുന്നവരുമുണ്ട്, തെറ്റായ വഴി തിരഞ്ഞെടുക്കുന്നവരുമുണ്ട്. ഒരു ചെറിയ ശതമാനമേ ഉള്ളൂ തെറ്റായ വഴി തിരഞ്ഞെടുക്കുന്നത്. ബാക്കിയുള്ളവർ എങ്ങനെയുള്ളവരാണെന്നറിയാമോ? വഴി തെറ്റിപ്പോകുന്നവരാണ്. പക്ഷെ ഒരു കാര്യം, തെറ്റായ വഴി തിരഞ്ഞെടുത്താലും വഴി തെറ്റിപ്പോയാലും ചെല്ലുന്നവരുടെ തന്നെയാണ്. അവിടെയാണ് അപകടം.
വഴി തെറ്റിപ്പോകുന്നവരും തെറ്റായ വഴി തിരഞ്ഞെടുക്കുന്നവരും രണ്ടു കൂട്ടരും ഇവിടെ തന്നെ ചെല്ലുന്നു, ഒരിടത്താണ് ചെല്ലുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇക്കാര്യത്തിൽ ഒത്തിരി അലേർട്ടാകേണ്ടത്. അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ യോഹന്നാൻ പറയാണ്, നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഇഗ്നറൻസ്. ഇന്ന് സഭയിൽ വഴി തെറ്റിപ്പോയ നേതാക്കന്മാർ ഒത്തിരി ഉണ്ട്, തെറ്റായ വഴി തിരഞ്ഞെടുത്ത നേതാക്കന്മാരുണ്ട്. നമുക്കറിയത്തില്ല. എനിക്ക് വാസം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമുണ്ട്. പല സമയത്തും നമ്മുടെ നേതൃനിരയിലുള്ള ആളുകളൊക്കെ ഈ തെറ്റായ വഴി തിരഞ്ഞെടുക്കുമ്പോൾ, എനിക്കറിയില്ല അവർ തെറ്റായ വഴി തെറ്റുന്നതാണോ തെറ്റായ വഴി തിരഞ്ഞെടുക്കുന്നതാണോ എന്ന്. എന്നാൽ ഹിഡൻ അജണ്ട ഉള്ള ഒരാൾ മാത്രമേ തെറ്റായ വഴി തിരഞ്ഞെടുക്കത്തുള്ളൂ. അങ്ങനെയുള്ളവരെ കുറിച്ച് പോലും എനിക്ക് സങ്കടമുണ്ട്. ഞാനൊരു പ്രാവശ്യം when I was praying, കർത്താവ് ഭയങ്കരമായിട്ടുള്ളൊരു ബേർഡൻ എനിക്ക് ഈ നേതാക്കന്മാരെ കുറിച്ച് പ്രാർത്ഥിക്കാൻ തോന്നുന്നു. തെറ്റായ വഴി തിരഞ്ഞെടുത്തവരായ നേതാക്കന്മാർ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് വഴി തെറ്റായ വഴി തിരഞ്ഞെടുക്കുന്ന നേതാക്കന്മാരെ തിരിച്ചു വരാൻ കൊണ്ടുവരുമെന്ന് എനിക്കറിയത്തില്ല. അവർ തിരഞ്ഞെടുത്തതായതുകൊണ്ട് ഒരു പക്ഷേ അവർ ഇട്ടേച്ച് വരത്തില്ല. പക്ഷെ വഴി തെറ്റിപ്പോയവരെ കുറിച്ച് തീർച്ചയായിട്ടും എന്തുണ്ട്, നമുക്ക് പ്രതീക്ഷയുണ്ട്. ശരിക്കും അവരെക്കുറിച്ചാണ് ബേർഡൻ ഉണ്ടാകേണ്ടത്, വഴി തെറ്റിപ്പോയവരായ ആളുകൾ. ഞാൻ ഒരു നൈറ്റ് മുഴുവൻ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ചീത്ത വിളിക്കാൻ ഭയങ്കര എളുപ്പമാണ് പറയുള്ളവരെ. നേതാക്കന്മാർ തെറ്റ് കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ചീത്ത വിളിക്കാനായിട്ട് വളരെ ഈസിയാണ്. പക്ഷേ ഗാഡ് വാണ്ട്സ് us to pray for them. നമ്മൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് വഴി തെറ്റി ഇൻ്റർസീഡ് ചെയ്യുക. വലഞ്ഞു പോയ ജനങ്ങളെക്കുറിച്ച്, ഈ സഭയിലെ പൊളിറ്റിക്സിനകത്ത് പെട്ടുപോയവരായ ആളുകൾ, ദൈവപുത്രനെ ക്രൂശിക്കുന്നവരായി പോയെങ്കിൽ അവരുടെ അന്ത്യം എവിടെയാണ്? അവർ നാശത്തിലേക്കാണ് പോകുന്നത്. അത് അറിഞ്ഞുകൊണ്ട് ചെയ്താലും അറിയാതെ ചെയ്താലും നാശത്തിലേക്ക് പോകുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, യഹൂദന്മാരുടെ നേതാക്കന്മാരും അവരുടെ കൂട്ടത്തിൽ എങ്ങനെയുള്ളവരുണ്ടായിരുന്നു? തെറ്റായ വഴി തിരഞ്ഞെടുത്തവരും തെറ്റിപ്പോയവരും ഉണ്ടായിരുന്നു. പക്ഷെ രണ്ട് കൂട്ടരും കർത്താവിൻ്റെ മധ്യസ്ഥതയില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. പിന്നെ യേശു, ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത് യേശു ആർക്ക് വേണ്ടിയാണ് മധ്യസ്ഥത അണയ്ക്കുന്നത്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പറയുന്നത്. ഒന്നാമത് ഈ തന്നെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചവരായ യഹൂദ മത നേതാക്കന്മാരെ കുറിച്ച് കർത്താവ് പറയാണ്. അതുകൊണ്ടാണ് ഈവൻ പത്രോസിന്റെ വാക്കുകൾ നമ്മൾ കാണുന്നതാണ്, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ നേതാക്കന്മാരിൽ പലരും യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തത് എന്തുകൊണ്ടാണ്? അറിയായ്മ കൊണ്ടാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ആരാണ്? ആരെക്കുറിച്ചാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്? ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായി അവരോട് ക്ഷമിക്കണമെന്ന് പറയുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പ് ആരാണ്? ഇറ്റ് ഈസ് ദ പീപ്പിൾ, ജനങ്ങൾ. കർത്താവ് അവരെ ക്രൂശിക്കുക എന്ന് നിലവിളിച്ച ജനങ്ങൾക്ക് വേണ്ടി കൂടെയാണ് പറയുന്നത്. ഈ ജനങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്, ഇവർ പാവങ്ങളാണ്. അത് ഇന്നും അതുപോലെ തന്നെയാണ്. കോമൺ പീപ്പിൾ, അവർ പാവങ്ങളാണ്. ഇതേ ജനങ്ങൾ കഴിഞ്ഞ ആഴ്ച ദാവീദ് പുത്രന് ഹോശന്ന എന്ന് പാടിയവരാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ അവരുടെ വസ്ത്രങ്ങളെയൊക്കെയും വഴിയിൽ വിരിച്ചിട്ട് യേശുവിന് നടന്നു പോകാൻ വഴിയുണ്ടാക്കി കൊടുത്ത് കുരുത്തോരെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു? ദാവീദ് പുത്രന് ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞ ആളുകളാണ് ഈ 4 5 ദിവസം കഴിഞ്ഞപ്പോൾ അവനെ ക്രൂശിക്കുക എന്ന് പറയുന്നത്. ജനങ്ങളുടെ പ്രത്യേകത ഏതാണ്? പുരുഷാരം അങ്ങനെയാണ്, ഞായറാഴ്ച ആരാധിക്കും, വെള്ളിയാഴ്ച ക്രൂശിക്കും. ജനങ്ങൾ ഞായറാഴ്ച ആരാധിക്കുകയും വെള്ളിയാഴ്ച ക്രൂശിക്കുകയും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. ഫീബിൾ പീപ്പിൾ. കുരുത്തോലയെടുത്ത് ഉത്സവം ആചരിച്ചതായ ജനങ്ങൾ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് യേശു ചാട്ടവാറെടുത്തപ്പോഴാണ് യേശു ചാട്ടവാറെടുത്ത് മൃഗങ്ങളെയൊക്കെയും പുറത്താക്കിയപ്പോൾ അവന് ഹോശന്ന പാടി. യേശുവിനെ ചാട്ടവാറടിച്ചപ്പോൾ അവനെ ക്രൂശിക്കാമെന്നും പറഞ്ഞു. യേശുവിൻ്റെ അധികാരത്തിൻ്റെയും അല്ലെങ്കിൽ യേശുവിൻ്റെ വിജയത്തിൻ്റെ സമയത്ത് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ യേശുവിൻ്റെ പരാജയമെന്ന് നോക്കുന്ന, അല്ലെങ്കിൽ യേശു ചാട്ടവാറെടുത്ത് അടിച്ചപ്പോൾ യേശുവിൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. യേശുവിന് ചാട്ടവാറടി ഏറ്റപ്പോൾ യേശുവിനെ ക്രൂശിക്കുക എന്ന് അവർ നിലവിളിക്കുകയും അവനെ തുപ്പുകയും അവനെ ദൂഷിക്കുകയും അവനെ പരിഹസിക്കുകയും ചെയ്തു. ജനങ്ങൾക്ക് എപ്പോഴും കുരുത്തോലയും പരവതാനിയും ഒക്കെ വേണം, ഇല്ലെങ്കിൽ അവർക്കൊരു സ്വസ്ഥതയില്ല. ഈ ജനങ്ങളെ വഴിതെറ്റിക്കാനായിട്ട്
നമ്മളെന്താ അവർക്ക് ഓഫർ ചെയ്യുന്നതും കുരുത്തോലയും പരവതാനിയും ഒക്കെയാണ്. 20,000 വാട്ട്സ് മ്യൂസിക്കിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പറയുന്നു ക്രൂസൈഡിൽ ഹോശന്ന ഹോശന്ന എന്ന് പറയുന്നു, ജനങ്ങളും ഏറ്റു പറയുന്നു ഹോശന്ന ഹോശന്ന എന്ന്. എന്നാൽ കഷ്ടതയുടെയും ക്രൂശിൻ്റെയും സമയം വരുമ്പോഴത്തേക്ക് അവനെ ക്രൂശിക്കുക എന്ന് പറയാനും ഇതേ ജനത്തിന് മടിയില്ല. ഈ ക്രൂസൈഡിൽ വരുന്ന അതേ ജനം തന്നെ നാളെ ക്രൂശെടുക്കാൻ അവൻ യേശുവിനെ ക്രൂശിക്കുന്നതിനും മടിയില്ലാത്തവരായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ നമ്മുടെ ചുമതല എന്താണെന്നറിയാമോ? നമ്മൾ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ ഹോശന്ന പരവതാനിയുടെ മുകളിലൂടെ കഴുതപ്പുറത്ത് നടന്ന് ഹോശന്ന സ്വീകരിക്കുന്ന യേശുവിനെ അല്ല പൊതുജനങ്ങൾക്ക് ആദ്യം പരിചയപ്പെടുത്തേണ്ടത്. ആരെയാണെന്നറിയാമോ? കാൽവറി ക്രൂശിൽ കിടന്ന് പിടയുന്ന യേശുവിനെയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുത്തേണ്ടത്. അതിനാലാണ് നമ്മൾ ക്രൂശ് പ്രസംഗിക്കണം എന്ന് പറയുന്നത്. കാര്യം ക്രൂശിൻ്റെ ദർശനം ലഭിക്കുമ്പോൾ, അങ്ങനെ ലഭിക്കാത്ത ആളുകൾക്ക് ഹോശന്ന പാടാൻ എളുപ്പമാണ്. ക്രൂശിൻ്റെ ദർശനം ലഭിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഒരു ജനതയുടെ ദൈവത്തോടുള്ള അനുസരണത്തെ മനസ്സിലാക്കുന്നത് ഹോശന്നയുടെ വിവരണമല്ല. ജനങ്ങൾക്ക് ദൈവത്തോടുള്ള അനുസരണം, കർത്താവിനുള്ള അനുസരണം മനസ്സിലാക്കുന്നത് ക്രൂശിൻ്റെ വിവരണമാണ്. ഹോശാന അല്ലെങ്കിൽ എന്താണ് പാട്ടും ബഹളവും ഒക്കെ ഉണ്ടാക്കി ജനങ്ങളെല്ലാം ആകർഷിച്ചിട്ട് നിങ്ങളിൽ എത്ര പേര് കൈവൊക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. ആരാ കൈവക്കാത്തത്? ഞാൻ ചിലപ്പോൾ തമാശയ്ക്ക് പറയാറുണ്ട്, നമ്മുടെ പ്രസംഗം എന്താണ്? ഇന്ന് രാത്രി യേശു ഇവിടെ വന്നിട്ടുണ്ട്, നിനക്ക് എന്താ വേണ്ടത് ചോദിച്ചോ. നിനക്ക് പൈസ ഇല്ലയോ? പൈസ തരാൻ കർത്താവ് വന്നിട്ടുണ്ട്. നിനക്ക് വീടില്ലയോ? വീട് തരാൻ. നിനക്ക് കാറില്ലയോ? കാറ് തരാൻ. നിന്റെ പിള്ളേർക്ക് അഡ്മിഷൻ ശരിയാക്കണോ? നിന്റെ പിള്ളേർക്ക് ഏറ്റവും നല്ല കോളേജ് അഡ്മിഷൻ തരാൻ ഈ യേശു ഇന്ന് വന്നിട്ടുണ്ട്. നിനക്ക് ജോലിക്കയറ്റം വേണോ? നിനക്ക് പ്രൊമോഷൻ വേണോ? പ്രൊമോഷൻ തരാൻ ഈ യേശു വന്നിട്ടുണ്ട്. ഈ യേശുവിനെ ആർക്ക് വേണം? ഈ യേശുവിനെ ആർക്കാ വേണ്ടാത്തത്? എനിക്ക് എപ്പോഴും എൻ്റെ ബാങ്കിൽ പൈസയും, എപ്പോഴും എനിക്ക് എൻ്റെ പിള്ളേർക്ക് ഏറ്റവും നല്ല സ്കൂളിൽ അഡ്മിഷനും, എനിക്ക് എപ്പോഴും നല്ല ഭക്ഷണവും, എനിക്ക് ജോലിക്കയറ്റവും എല്ലാം തന്നുകൊണ്ടേയിരിക്കുന്ന യേശുവിനെ ആർക്കാ വേണ്ടാത്തത്? എല്ലാവരും കൈവൊക്കെയോടെ എണ്ണം എടുത്തിട്ട് കൈവൊക്കുകയും വേണ്ട. ഇപ്പം പണ്ടൊക്കെ രക്ഷിക്കപ്പെടണമെങ്കിൽ കൈയെങ്കിലും പൊക്കണമായിരുന്നു. ഇപ്പം ടിക്കിട്ടാൽ മതി, വളരെ ഈസിയാണ്. മറ്റേ കൈവൊക്കിയാലെങ്കിലും അടുത്തിരിക്കുന്നവർ കാണുമല്ലോ, ഇതൊന്നും വേണ്ടല്ലോ, ടിക്കിട്ടാൽ മതി. അങ്ങനെ ടിക്കിട്ടവരെല്ലാം കർത്താവിൻ്റെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാനും മടിയില്ല നമുക്ക്. വാട്ട് ഹാപ്പൻസ്? ക്രൂശ് കാണിച്ചിട്ട് ആളുകൾ വരുന്നു നോക്ക്, അങ്ങനെയുള്ള വന്നാൽ മതിയെന്ന് വെക്ക്. അതുകൊണ്ടാണ് ക്രൂശ് പ്രസംഗിക്കേണ്ടത്. ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ മധ്യത്തിൽ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ പൗലോസിന്റെ വാക്കുകൾ നിങ്ങളൊന്ന് ഓർക്കണം. പൗലോസിന് വേറെ പ്രസംഗിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. പൗലോസ് പറയുന്നതാണ്, ഞാൻ യേശുവിനെ പ്രസന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ. ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ കണ്ടുവരുന്നവർ വന്നാ മതി എന്ന് പൗലോസിന് ബോധ്യമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, കുരുത്തോല പിടിപ്പിച്ചു കൊടുത്തേച്ച് ഓശന്ന പാടാനല്ല നമ്മൾ പൊതുജനത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ക്രൂശിൻ്റെ ദർശനം നൽകിക്കൊണ്ട് മനസ്സുണ്ടോ അവൻ്റെ പിന്നാലെ ക്രൂശെടുത്ത് അനുഗമിക്കുവാനെന്ന് ചോദിക്കുകയാണ് ആവശ്യം. ഇന്നത്തെ പ്രസംഗങ്ങളിൽ നിന്ന്, ഇന്നത്തെ സ്വാഭാവികമായി നമ്മൾ കേൾക്കുന്ന പരസ്യ പ്രസംഗങ്ങളിൽ, ക്രൂസൈഡ് പ്രസംഗങ്ങളിലോടുള്ള എനിക്കുള്ള വിരോധം ഇത്രയേ ഉള്ളൂ. എങ്ങും കുരുത്തോലയും ഹോശാന്നയും പാട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആരും ക്രൂശ് പ്രസംഗിക്കുന്നില്ല. ഇവിടെ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ക്രൂശിൻ്റെ പ്രസംഗമാണ്. ജനങ്ങൾ ആ ക്രൂശ് കണ്ടപ്പോൾ പിന്മാറിയ ജനങ്ങളും എന്തുകൊണ്ട് പിന്മാറി? യഥാർത്ഥ മശിഹ ക്രൂശിക്കപ്പെട്ടവനായിരിക്കണം എന്നുള്ള തിരിച്ചറിവില്ലാത്തത് കൊണ്ട്. നിങ്ങളുടെ പ്രമാണികളെ പോലെ തന്നെ നിങ്ങളും എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പീപ്പിൾ. അപ്പോൾ പ്രമാണിമാരെ അറിവില്ലാത്തത് കൊണ്ടാണ് യേശുവിനെ അനുഗമിക്കാതിരുന്നത്. ജനങ്ങളും യേശുവിനെ അനുഗമിക്കാതിരുന്നതിൻ്റെ കാരണം എന്താണ്? ബിക്കോസ് ദേ വർ ഇഗ്നറന്റ്. ഇനി മറ്റുള്ള ആളുകളെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. ഹേരോദാവും പീലാത്തോസും അവരും ഇഗ്നറൻസ് കൊണ്ടാണ്. ഹേരോദാവ് യേശുവിനെ കുറിച്ച് എന്ത് മനസ്സിലാക്കി? അവൻ മശീഹാണെന്ന് മനസ്സിലാക്കിയോ? ഇല്ല. ഹേരോദാവ് മനസ്സിലാക്കിയത് അവനൊരു മജീഷ്യനാണെന്നാണ്. അവൻ വല്ല അത്ഭുതവും കാണിക്കും, വല്ല മാജിക്കും കാണിക്കും. ഒരു പെർഫോമറായിട്ടാണ് ഹേരോദാവ് യേശുവിനെ മനസ്സിലാക്കിയത്, ഒരു മിറക്കിൾ പെർഫോമർ. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 23:8-11 വരെയുള്ള വാക്യങ്ങളിൽ അത് എഴുതിയിട്ടുണ്ട്. സമയമില്ല, ഞാൻ വായിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഹേരോദാവ് അങ്ങനെ മനസ്സിലാക്കാൻ കാരണം?